എൻ്റെ ഈ വീഡിയോ കാണുന്ന യൂട്യൂബ് ഫാമിലി എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ യൂണിവേഴ്സിന്റെ സന്ദേശം എന്നാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണക്ട് ചെയ്തിട്ടുള്ള യൂട്യൂബ് ഫാമിലി, ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്തിരുന്നു. ഷഫിൾ ചെയ്തത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ആയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാർഡ് കാണിക്കുന്നത്. ഈ ഒരു കാർഡാണ് ഷഫിൾ ചെയ്തപ്പോൾ എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളെ അലട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തോ നിങ്ങൾ പഠിക്കുന്ന സമയത്തോ മറ്റുമൊക്കെ ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് അലട്ടുന്നുണ്ട്. അത് ആലോചിച്ചിട്ട് നിങ്ങൾ റിഗ്രറ്റ് അടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കുകയോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആ ഉണ്ടായ കാര്യം ഓർത്തിട്ട് ഇപ്പൊ പ്രസന്റ് നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായ കാര്യത്തിൽ നിന്നൊരു ലെസൺ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല, ഇപ്പൊ നമുക്ക് അത് ആലോചിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പണ്ടുണ്ടായ കാര്യം ഓർത്തിട്ട് ഇപ്പൊ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ബ്ലോക്കേജ് വരുത്തരുത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത കാര്യം ഓർത്ത് റിഗ്രറ്റ് ഒക്കെ അടിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ ചെയ്യണ്ട. അതായത് ഒരിക്കൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇപ്പൊ അല്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ഉള്ള അവസരങ്ങളെ മാക്സിമം തേടി പിടിക്കുക. ഇപ്പൊ എന്താണോ നിങ്ങളുടെ മുന്നിലുള്ളത് അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ദൈവമായിട്ട് തരുന്നതാണ്. അതിന്റെ ഇപ്പോഴത്തെ ഉള്ള കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുക. അല്ലാതെ എനിക്ക് അത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, അങ്ങനെ സംഭവിച്ചില്ല, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാലോചിച്ചിട്ട് വിഷമിച്ചിരുന്നിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഇല്ല. നമുക്ക് പാസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ. പാസ്റ്റ് നമ്മുടെ കയ്യിലല്ല. പക്ഷെ പ്രസന്റും ഫ്യൂച്ചറും നമ്മുടെ കയ്യിലാണ് അല്ലെ. ആ ഒരു പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് സൂപ്പർബായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഒരുപാട് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങൾ ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അത് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ അഡ്വൈസ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.